പിന്നെ ആരാ? മറിയ. നീ മറിയോ കമലു എന്താ ചെയ്യാന്ന് പറഞ്ഞത്? എന്ത് വാടഞ്ഞേ പിള്ളേരുടെ എന്ത് വഴക്കുണ്ടാക്കുന്ന? എന്റെ കുഞ്ഞു മനസ്സുണ്ടോടി, അതുകൊണ്ട് പോലും ഞാൻ ഇല്ല, നിന്നെ കണ്ടില്ല. വേദനിപ്പിക്കാൻ നോക്കിയില്ലടി. നമുക്കേ ഒരു ഹോട്ടലിൽ പോവാം. നിന്റെ മറ്റുള്ള കൊണ്ട് പോയത്. അതല്ലെന്ന്, സിറ്റി പുതിയ ഹോട്ടൽ അതെന്ന്. ബുർജ് ഖലീഫ കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്ന പണ്ടേ ഫസ്റ്റ് മാനോൺ സിറ്റിയുടെ ബുർജ് ഖലീഫയുടെ മണ്ടയ്ക്ക് കയറുന്ന ഞാനായിരിക്കുവേ. എടാ മന്ദാരം വന്നേടാ, ബുർജ് ഖലീഫ ഇട്ടുടാ മന്ദാരം വന്നേ. അല്ല വെയിറ്റ്, ഒരാളോട് വന്നിട്ട് ബുർജ് ഖലീഫ ആണ്. അല്ലടാ സാർക്കെ പോരാ സാർക്കെ, പിന്നെല്ലാം ആരും വരാനാ? അല്ല ലോറ എന്താ എന്ത് പറഞ്ഞു ലോറ പറഞ്ഞു. എനിക്ക് സത്യം പറഞ്ഞ ആ പെണ്ണിനെ ഇപ്പൊ അത് കണ്ടിട്ട് കണ്ടൂടാ. 24 മണിക്കൂർ ഓളക്കാന്നുള്ളത് എന്തിനാ നമ്മളൊട്ട് ഒളിപ്പിക്കുന്നേ? നമ്മൊന്നും പോകുന്നില്ലല്ലോ. ഹലോ ഹലോ, ഇത് മറ്റേ അവളല്ലേ? ഒന്നും പറയില്ല. എനിക്ക് മനസ്സിലായി, ചിഞ്ചിറാണി അല്ലേടി ഇത്? അല്ല അല്ല അല്ല. ഇത് പിന്നെ ആരാ? മറിയ. നീ മറിയോ കമലു എന്താ ചെയ്യാന്ന് പറഞ്ഞത്? ആ മറിയല്ലേടി നീ? മറിയ. നീ സിംഗിൾ ആണോടി? അല്ല അല്ല, കമ്മിറ്റഡാ. ആണോ? ചെക്കന്റെ പേരെന്താ? നിന്നെയൊക്കെ കിട്ടിയ ആ പാവം പിടിച്ചോണ്ട് തലേ തന്നെ നീ ഒന്ന് കേറിയല്ലേടി? ഹലോ ഹലോ. എന്താടി മത്തങ്ങേ? എന്ത് വാടഞ്ഞേ പിള്ളേരുടെ എന്ത് വഴക്കുണ്ടാക്കുന്ന? അല്ല, പിള്ളേരുടെ വഴക്കൊന്നും ഉണ്ടാക്കില്ല. അവള് സിംഗിൾ ആണോന്ന് ചോദിച്ചാ. ഓ അങ്ങനെ. ഇല്ല, അവൾ സിംഗിൾ അല്ല. പോരെ? അല്ല, അതിപ്പോ ഞാൻ എന്ത് സിംഗിൾ ആണോ അല്ലയോന്ന് ചോദിക്കണ്ടേ ഒരാള്? അത് ശരിയാണ്. കാണുന്നല്ലോട് ചോദിക്കും, ആണുങ്ങളോട് ചോദിക്കണം. അപ്പൊ എന്താ കണ്ടോടാ വന്നതേ നിന്നെ ഞാൻ കണിയണ്ടേ? എന്നെ നീ ഇല്ലാത്ത സമയത്ത് ഒരു പെങ്കൊച്ചല്ലേ ആ, എന്നോട് മോശമായിട്ട് പെരുമാറി. എങ്ങനെ മോശമായിട്ട് പെരുമാറി? അവളുടെ പേര് ഞാൻ പറഞ്ഞുതരാം. പേര് പറ. നീ ഇല്ലാത്ത സമയത്ത് എന്നോട് ഒരാണ് മോശമായിട്ട് പെരുമാറി. പക്ഷെ കൊഴപ്പില്ല, ഞാൻ പറഞ്ഞു കൊഴപ്പില്ലാട്ടോന്ന്. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാ ഇന്നലത്തെ സീൻ എന്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. എനിക്ക് നിന്നോട് ഇപ്പൊ ഭയങ്കര ദേഷ്യ. എന്നാ പോവും. ഇന്നലെ നീ എന്താ കാണിച്ചത്? മറ്റേ പെണ്ണ് കാണാൻ പോയേക്കുന്നല്ലേ? പെണ്ണ് കാണാൻ നീ എന്നിട്ട് അവസാനം നീ നിന്റെ വിക്ടിം കാർഡ് എടുത്തിട്ടല്ലേടി കരയെന്ന് അവള്. എടി നീയല്ല, നിന്റെ ആര് വന്നിന്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എന്റെ മനസ്സറിയത്തില്ല, മനസ്സിലായോ? നീയൊക്കെ വഞ്ചകടി. നീ എന്നെ ചതിക്കാവുന്നോളാ. എന്റെ ജീവിതം മൂഞ്ചിപ്പിക്കാൻ എന്നെ ചതിക്കാവുന്നോളാ. ചതിക്കാവുന്നോളാ. നീ ചതിച്ചോണ്ടിരിക്കാൻ എന്നെ ചതിക്കാടി. നീ എന്നെ പറ്റിക്കുക. എന്തിനാ ഇങ്ങനെ എന്നെ ചതിക്കുക? കള്ളി നീ ഒരു പൂലോ കള്ളിയാ. നീ ഇനി ഒന്നോടെ പേര് വിളിച്ചോണ്ടല്ലോ കണ്ണാ, നീ ഞാൻ തല്ലിക്കൊല്ലും. കള്ളി നീ കള്ളിയല്ലാത്ത ആരെങ്കിലും തപ്പിക്കോ, പൊക്കോ. നിനക്ക് പെണ്ണെ കിട്ടിയത് ഭാഗ്യം. ഞാൻ മിണ്ടുന്നതന്നെ നിന്റെ ഭാഗ്യം എന്ന് പറ. 2 വർഷമായിട്ട് ഒരു പെണ്ണും പിന്നെ പൊന്നിനെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. നീ എന്തായാലും എന്നോട് അങ്ങനെ കള്ളം പറഞ്ഞ എനിക്ക് ഭയങ്കര ഫീൽ ആയി. അത് മനസ്സിൽ നിന്ന് പോകുന്നില്ല കണ്ണാ. അങ്ങനെയല്ല, ഞാൻ കാര്യം പറഞ്ഞു. അല്ല അങ്ങനെ എന്തൊക്കെ കാര്യം പറഞ്ഞെന്ന് പറഞ്ഞാൽ നിനക്ക് എന്നോട് കാര്യം ഓപ്പൺ ആയിട്ട് പറഞ്ഞു. നീ ആ ചെയ്തത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ല. അത് ഒക്കെ നീ ഇപ്പം പെണ്ണ് കാണാൻ പോയവര് അവർക്ക് വേണ്ടി വിളിച്ചപ്പം പോയി, അതൊക്കെ. പക്ഷെ അതിനോട് മറച്ചു വെക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലേ? അന്ന് ഞാൻ നിന്നോട് സത്യസന്ധമായിട്ട് പറഞ്ഞേ, ഞാൻ 10 കോടി രൂപയ്ക്ക് വേണ്ടി പ്രപ്പോസ് ചെയ്താന്ന്. അന്ന് നീ എന്താ എന്റെ അടുത്ത് കാണിച്ചേ? മനസ്സിലായി. അതൊന്ന് ഞാൻ പറഞ്ഞേ, ഏതാണ് ഒരു പെണ്ണിന്റെ അടുത്ത് അവള് ചെയ്യുന്ന കുറ്റങ്ങൾ പറയുമ്പോഴത്തേക്ക് അവൻ ടോക്സിക്കായി. അവള് ചെയ്യുന്ന തെറ്റുകൾ പറയുമ്പോ അവൻ ടോക്സിക്കായി. പിന്നെ മറ്റേ റെഡ് ഫ്ലാഗ് ആയി, റെഡ് ഫോറസ്റ്റ് ആയി, എല്ലാ ആമ്പിള്ളേരുടെ അവസ്ഥ. റെഡ് വാഴയായി, പച്ച വാഴയായി, മഞ്ഞ വാഴയായി. ഇനി എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. എന്നിട്ട് കുറച്ച് കഴിയുമ്പോ AI കൂടെ പറഞ്ഞ പ്രശ്നം തീരും.
ഞാൻ സീരിയസ്ലി പറയാണല്ലോ കാണിച്ച ഭയങ്കര മോശമാണ്. എനിക്കത് ഇപ്പോഴും എന്തോരം എന്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല, ഭയങ്കര ഹേർട്ടായി എനിക്ക്. എന്തായാലും വാ, ഞാൻ ചിലപ്പോ ഇനി നിന്നോട് പഴയ ഓക്കെ എന്നാ നീ പൊക്കോ, നീ നിന്റെ ടൈം എടുത്ത് ഓക്കെ ആയിട്ട് ഞാൻ എന്നോട് മിണ്ടിയാ ഇല്ല, എനിക്ക് ഓക്കെ ആവാൻ ഒരിക്കലും പറ്റത്തില്ല. എന്നാ നീ മിണ്ടണ്ട, നമുക്ക് ഇവിടെ കൊണ്ട് നിർത്താം. ഓ നിർത്തിക്കോ നീ. ഉറപ്പാണേ? ആ ഉറപ്പാ. അപ്പൊ അത്രേ ഉള്ളൂ. എനിക്ക് ഇത്രേ ഉള്ളു. നിനക്ക് എന്നെ പറ്റിക്കെങ്കിലേ ഞാൻ ഇന്ന് മനസ്സുകൊണ്ട് പോയിട്ട് എന്റെ കുഞ്ഞ് മനസ്സുണ്ടോടി, അതുകൊണ്ട് പോലും ഞാൻ നിന്നെ വേദനിപ്പിക്കാൻ നോക്കിയില്ലടി. എന്നിട്ട് നീ എന്നെ ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ ചെയ്തത് തെറ്റാണ്, ഓക്കെ സമ്മതിക്കണ്. പക്ഷെ നീ എന്തിനാ വേണ്ടാന്ന് വെക്കുന്നേ? അപ്പൊ നീ എന്തിനാ വേണ്ടാത്തോണ്ടല്ലേ? എനിക്ക് വേണ്ടടി, എന്നെ പറ്റിക്കുന്ന ക്ഷമിക്കാൻ പറ്റാത്ത ഒരു തെറ്റൊന്നും ഈ ലോകത്ത് ആരും ചെയ്യാറില്ല. ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റുണ്ട്. നീ ഇപ്പൊ ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റ് ചെയ്തത് കുഴപ്പമില്ലടി, അതൊന്നും കുഴപ്പമില്ലടി. നിന്റെ സമാധാനത്തിന് നിന്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ ഒഴിഞ്ഞു തരാം. ഞാൻ ഇനി നിന്നോട് മിണ്ടത്തുമില്ല, നിന്നോട് സംസാരിക്കത്തുമില്ല. നല്ല കാര്യം, ജീവിതത്തിൽ കുറച്ച് മനസ്സമാധാനം ഉണ്ടാവും. അന്നാ പൊക്കോ, ഞാനും പോവാ. ശരി. അപ്പൊ ലോറ, അപ്പം നമ്മുടെ പ്രാങ്ക് അവസാനിപ്പിച്ചാല് തിരിഞ്ഞു നോക്കിട്ട് ക്യാമറയിൽ പറഞ്ഞേരെ. ഞാൻ പ്രാങ്ക് അല്ല, ലോറ അതും കിട്ടി. ഞാൻ സീരിയസാ. ഞങ്ങൾ പ്രാങ്ക് ആയിരുന്നേ. ഞങ്ങള് പ്രാങ്ക് ആയിരുന്നു. നീ വീഡിയോ എടുക്കുന്ന കണ്ടു മൂഞ്ചിയടാ, മുച്ചിരി മൂഞ്ചിയെ. വാടി ലോറ നമുക്കേ ഒരു ഹോട്ടലിൽ പോവാം. അതിന്റെ മറ്റുള്ള കൊണ്ട് പോയത് അതല്ലെന്ന്, സിറ്റി പുതിയ ഹോട്ടല് അതെന്ന്. അങ്ങനെ എന്റെ വണ്ടി കയറ്, വണ്ടി എടുക്ക. എന്റെ വണ്ടി ഇല്ല, എന്തേലും വണ്ടിയില്ല. ഈ വണ്ടി സാമാനൊന്നും ഇല്ല. എന്തിനാ നീ പിന്നെ ഇങ്ങനെ നിക്കുന്നേ? വണ്ടിയില്ല, സാമാനം എനിക്ക് അറിഞ്ഞൂടാ. വണ്ടി എടാ മന്ദാരം ഒന്ന് വന്ന് പറഞ്ഞ വണ്ടി എടുത്തടാ. എത്ര നേരം കൊണ്ട് പറയുന്ന മന്ദാരം. അല്ല ലോറിയായാലും കൊണ്ടുപോവാ. നീ ആ ലോറിയും കൊണ്ടുവന്നേ. ഞാൻ വണ്ടി കയറി വരാൻ അല്ല ലോറി കയറി വരാൻ. നീ എന്താ നീ അല്ലേ ആനയൊക്കെ ഇവിടെ വേറെ ഉണ്ടോ സിറ്റിയില്? നീ ഒരു മരക്കോര. വാഴ നീ ഒറ്റ എടുത്താൽ മാത്രമേ ഉള്ളൂ. എടാ മന്ദാരം ഒന്ന് വന്നേടാ മന്ദാരം. എന്താ മറ്റേ ബോർഡ് വെച്ച പോലെ പേരില് അല്ല പേരൊക്കെ എഴുതി ബാക്കില് എന്തുവാ നമ്പർ പ്ലേറ്റ് വെച്ച പോലെ. എടി ഞാൻ എടി എങ്ങനെയുണ്ട് എന്റെ ബാക്കിൽ എഴുതിയേക്കുന്ന വായിച്ചേ. വാഴ അല്ല ലോറ മൊണ്ണന്ന് എഴുതിയേക്കുന്നത്. ലോറ മൊണ്ണ വായിക്കാൻ അറിഞ്ഞൂടെ? അക്ഷര വിദ്യാഭ്യാസം ഇല്ലേ നിനക്ക്? അതെങ്ങനെയാ തന്ത മോളെ കക്കാരല്ലേ പഠിപ്പിച്ചുള്ളേ, അല്ലാതെ അതെ ഡിലേ നമ്മളിവിടെ അക്സെപ്റ്റ് ചെയ്യാറില്ല. എടാ മന്ദാരം എത്ര നേരം ആയടാ വരാൻ പറഞ്ഞിട്ട്? അതെ മന്ദാരം വേഗം അല്ലെങ്കിൽ ഒരാൾ ഇവിടെ താങ്ങും. മല്ലയ്യ വണ്ണൂല്ലേ? യെസ് ഫൈനലി ഞാൻ വന്നു മല്ലയ്യ. വന്നില്ല, ലാൻഡ് ചെയ്തേ ഉള്ളൂ. അതുകൊണ്ടാ വിളിക്കാൻ. ഹലോ കുട്ടിയല്ലോ, അവളുടെ ഗേമ മന്ദാരടാ ഒന്ന് ഇറങ്ങിയാടാ. എനിക്ക് പഠിക്കാനായിരിക്കും അല്ലേ? ആ ലോറിയെ പിടിച്ചിങ്ങോട്ട് കയറ്റിയാ. ലോറി എടുത്ത് ലോറി കയറാൻ പറ. ലോറി കേറ്, ലോറി കേറ്. ഓ വാഴ ലോറി കേറിയാ വെയിറ്റടാ. എടാ ലോറിയെ കൂടെ കേട്ടടാ ലോറിയിലോട്ട്. രണ്ടാക്കും മാത്രമേ പോകാൻ പറ്റൂ. എന്റെ ദർശമോള് ചാറ്റി വന്നോടി. അല്ല ദർശമോൾക്കായിരുന്നല്ലോ എന്നോട് സ്നേഹം. കണ്ണാപ്പിയാണ്. ഇതാരാണ്? ഫുൾ പേരെന്താണ്? ഫുൾ പേര് ജർമ്മൻ കണ്ണാപ്പി. എന്തെറ്റി കൊണ്ടുപോയില്ലേ?
സെൻസസ് എടുക്കാൻ പറ്റണോ? ഇത് എല്ലാരും അത് ഫുള്ളായി. ഞാൻ വേറെ വണ്ടിക്ക് വരാം എല്ലാരും അല്ലെ ലോറ മാത്രം ഇത് കേറ്. എന്തിനാ ഈ എന്ത് പറഞ്ഞാലും ഈ കുടുംബക്കാരെയും നാട്ടുകാരെയും എല്ലാരെയും വന്ന് ഇങ്ങനെ വിളിച്ചോണ്ട് വരുന്നേ? ഇത് ഒരാള് മാത്രമേ ഉള്ളൂ നിങ്ങള് ബുർജ് ഖലീഫ മന്ദാരം മന്ദാരം ബുർജ് ഖലീഫ ബാരി കണ്ണാ ആ എന്തോ ബാ 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 നിനക്ക് ഈയിടെ ഒരു ബെസ്റ്റിനെ കിട്ടിയില്ലേ? ഇല്ല ഇല്ല ബാ 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 കാവ്യുണ്ട് ബെസ്റ്റ് ആയിട്ട്. എനക്ക് പിന്നെ വേണോടാ. ഞാൻ പറഞ്ഞുതരാം. കാവ്യുണ്ട്, പിന്നെ റേച്ചല് മോളുണ്ട്, പിന്നെ പിന്നെ ദർശയുണ്ട്, പിന്നെ ലേയ ഹാർലോ. അതാണ് ഞാൻ പറഞ്ഞത്. എന്നെ 5 സെന്റോ 5 സെന്റ് പിന്നെ ജെനിഫർ ആണോ? ഈ വണ്ടിന്റെ മേലെ എന്താ ഇത് ഒന്ന് പറഞ്ഞോ. ഡിസ്കൗണ്ട് ഗെയിമിംഗ് കമ്പോണൻസ് ഇപ്പൊ ഇത് വരാൻ തുടങ്ങിയോ? ഈ വണ്ടിന്റെ മേലെ എന്താ? ഓക്കെ 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 അറിയത്തില്ലേ, അതുകൊണ്ട് ചോദിച്ചതാ. അപ്പൊ അങ്ങനെ റൈഡൊക്കെ തുടങ്ങിയോ? എന്തിനു സംഭവം? നമ്മളെവിടെ ബുർജ് ഖലീഫല്ലേ വന്നേ? അതെനിക്കിപ്പോ സംശയം. ആ നമ്മളതേ ഇപ്പൊ ഇതെവിടാ? എടാ മുച്ചിരി, നീ ഇവിടെ റോബറി അടിക്കുന്നില്ലടാ. ഈ 1+ എന്ന് എഴുതിയേക്കുന്ന റോബറിയില് കുറച്ച് പേർക്ക് കളിക്കാൻ പറ്റത്തുള്ളൂ, ഒരാളെ കളിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ? എനിക്ക് എന്താ സംഭവം അറിഞ്ഞോടാ. എന്തായാലും മതി മതി. ഒത്തിരി സ്പാമായേ. താങ്ക് യു ബ്രോ, താങ്ക് യു താങ്ക് യു താങ്ക് യു ബ്രോ, താങ്ക് യു. എനിക്ക് എന്താ സംഭവം അറിഞ്ഞോടാ. എടി ഇത് ഓപ്പൺ ആവുന്ന സമയത്ത് ആ പറയടാ. നീ ആരേലും പറ്റിച്ചായിരുന്നോടാ? എന്താടാ, എന്ത് പറ്റി? അല്ല, ഒരുത്തൻ നിന്നെ തെറി വിളിച്ചോണ്ട് തന്നെ കാറില് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. നീ ആണെന്ന് കരുതി എന്നെ 2 തെറിയൊക്കെ വിളിച്ചായിരുന്നു. എന്ത് പറഞ്ഞത്? എന്തോ ഹെൽപ്പ് കൊടുത്തെന്നോ. അപ്പൊ ഞാൻ എന്തൊക്കെയാ പറയുന്നത്? എടാ ഈ വണ്ടിയുടെ അൺലോക്ക് ചെയ്യാമെന്നാ പറയടാ മന്ദാരേ. അത് ഇവൾക്ക് അറിയത്തില്ലല്ലോ. റിഫ്രഷിന്റെ സ്വിച്ച് ഒക്കെ ഉണ്ടോടി നിന്റെ കയ്യില്? അളിയ പറ. അളിയ ഇപ്പൊ എന്തൊരു അവോയ്ഡിങ് അളിയ, ഭയങ്കര അവോയ്ഡിങ് ആണല്ലേ ഇപ്പൊ. ഞാൻ എളി പെണ്ണ് പിടക്കോഴിയൊക്കെ ആയിട്ട് നടക്കൂല എളിയ. ഞാനിപ്പ അളിയനെ ഇങ്ങനെ എപ്പോഴും നമുക്ക് കാണാൻ പിടക്കോഴി ഇല്ല. ല്ലേ? ആ വിസ്ഫറുണ്ട്, അതൊക്കെ അത്രേ ഉള്ളു. ഓ ഞാൻ ഇവിടെ ഒന്ന് കാണിക്കട്ടെ. ആ മോളെ വാ, മോളെ വാ. ലോറൂസേ വാ. ലോറൂസേ, ഞാൻ ലോറൂസേന്ന് വിളിക്കുന്നത് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടില്ല. എന്നെ കണ്ണൂസാന്ന് വിളിച്ചാൽ മതി. കണ്ണൂസാന്ന്. നിന്നെ കാമാറ്റി കൂളിക്ക് ഞാൻ പോ. അല്ലെ എന്നോട് സ്നേഹമൊന്നുമില്ല. ഞാൻ വരുന്നില്ല, ഞാൻ ഒറ്റയ്ക്ക് കേട്ടോ. കണ്ണൂസാന്ന് വിളിച്ചാരെ? ഷുട്ടൊന്ന് വിളിച്ചോളാം. ആണോ? പക്ഷെ ഉണ്ടല്ലോ, ഞാൻ ഷുട്ടൂന്ന് വിളിക്കുന്നത് നിനക്കൊരു പാരയാവും. ഇല്ലാത്തപ്പോ ഞാൻ വിളിക്കും. ആരും വിളിച്ചാത്ത വിളിച്ചാൽ മതി. ഇതൊക്കെ പിന്നെ ആരില്ലാതെ മുമ്പ് വെച്ചാൽ എല്ലാരും ഉള്ളപ്പോ ഞാൻ കണ്ണാന്ന് വിളിക്കാവേ. എടാ ഇതിലേടാ ഈ ബുർജ് ഖലീഫയില് എനിക്ക് റൂം വാഗ്ദാനം തന്നിട്ടുണ്ട് ഇതിന്റെ ഓണേഴ്സ്. ഓണർ നീയൊന്നും അല്ല. ചേട്ടാ അത് വർക്കാവില്ല. നോറു സൈസ് കണ്ണു. ഇതാര്? ഇത്ര കഴിഞ്ഞ്. ഹലോ എടാ ഇത്ര ഉള്ളൂടാ കാണാൻ. ഇതിന്റെ മേളിലോട്ടൊന്നും കയറാൻ പറ്റൂല. പറ്റൂല. ഓണേഴ്സിന് പറ്റുമെന്ന് തോന്നുന്നല്ലേ? ഞങ്ങക്ക് പറ്റും, നിങ്ങൾക്കായിരിക്കും പറ്റൂല. നിനക്ക് അണ്ടി പറ്റും. അണ്ടി
പോണേ. പറ്റും പറ്റും ഞങ്ങൾക്ക് പറ്റും. ഞാൻ കാണിച്ചത് ഈ ബുർജ് ഖലീഫ കണ്ടപ്പോ എനിക്ക് വിളിക്കാൻ തുടങ്ങുമായിരുന്നു. ബുർജ് ഖലീഫ കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്ന പണ്ട് എന്റെ ഒരു എക്സ് ലവറിനെ ഓർമ്മ വന്നെ. ഇത് ക്യാറ്റിയാ? അത് ഇനി ഇഷ്ടം പോലെ എക്സ് ലവർ ഉണ്ടല്ലോ. ഇപ്പൊ എന്താ കറക്റ്റ് ക്യാറ്റി തന്നെ പറഞ്ഞത്? നീ എന്നോട് ക്യാറ്റിയുടെ കാര്യം മാത്രല്ലേ പറഞ്ഞിട്ടുള്ളൂ. ആര് പറഞ്ഞു? എക്സ് ആ റോസി. ആര്? റോസി കണ്ണാപ്പി കണ്ണാപ്പി അങ്ങനെയാണ് നമ്മൾ വിളിച്ചോണ്ടത്. ഭയങ്കര സ്നേഹമായിരുന്നു. ആ എനിക്കും ഉണ്ടായിരുന്ന ഒരു എക്സ്. എന്റെ ദൈവം, അവൻ എന്നെ എന്ത് കെയറാ, എപ്പോഴും എടുത്തോണ്ട് നടക്കും, തോളത്തിന് താഴെ വെക്കൂല. സ്നേഹമായിരുന്നു അവന്. നീ നിന്റെ റോസിനും ക്യാറ്റിനും ഇട്ടോ മതി പടാട്ടി. ഇല്ല 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 ജന്മം ചെയ്തതിൽ അക്സെപ്റ്റ് ചെയ്യൂല ചെയ്യൂല ചെയ്യൂല. ക്യാറ്റിയൊക്കെ എന്തായാലും ഒരാൾ സിറ്റി വരട്ടെ, അന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ തിരിച്ചു പോകും കേട്ടോ. ഓക്കോ ആര് പിടിച്ചു? അത് നമ്മളെ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ? ആണോ അല്ലയോ? ആണ്. എനിക്കൊന്നുമില്ല. ഞാൻ പറഞ്ഞു വിടും, സന്തോഷത്തോടെ പറഞ്ഞു വിടും നിനക്ക് ഇഷ്ടമാണെങ്കിൽ. നിങ്ങൾ എവിടാ? ശരിക്കും പോകുമോ? പിന്നല്ല പോവും. ശരിക്കും പോവാതെ പിന്നെ തമാശക്കാണോ അല്ല പോന്നെ? അപ്പൊ ക്യാറ്റിനെ ഇപ്പൊ ഇഷ്ടം? ക്യാറ്റി എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പഴും ജീവനാ. അതാരാ കാറ്റി? എനിക്ക് ക്യാറ്റിനെ ഒന്നും ഇഷ്ടം, എനിക്ക് ക്യാറ്റിനെ ഒന്നും ഇഷ്ടമൊന്നുമല്ല. വാ പറയണ. ഇല്ല മോളിൽ കേറാൻ പറ്റുമോ? ഇപ്പൊ വിളിക്കാലോ, പ്രശ്നമില്ലല്ലോ. ഇപ്പൊ എടാ ഞാൻ പറയട്ടെ, ഹെലി എവിടെയാണോ? നമ്മുടെ ഹെലി എവിടെയാണോ? അതൊന്ന് കൊണ്ടുവന്നേടാ താഴോട്ട്. അല്ല ജസ്റ്റ് ഹെലിയും കൊണ്ട് വന്നേ. എടാ മന്ദാരം ഹെലിയും കൊണ്ട് വന്നേടാ ഇതിന്റെ എൻട്രൻസില്. എടാ എലിയും കൊണ്ട് വന്ന് എൻട്രൻസിലോട്ട് വന്നേടാ. ഒരു കാര്യമുണ്ട് കാര്യമുണ്ട്. ബ്രോന്റെ ഷൗട്ട് കുറവാണോ അതോ മൈക്കിന്റെ വോളിയം കുറവാണോ? ഇത് കൊള്ളാലോ. ഒന്ന് കേറിയിട്ടില്ല ഓറേ, നീ എന്നിരുന്നേ. വേണ്ട ക്യാറ്റി വന്നിട്ട് ഒന്നിച്ചു പോയാ മതി. എടി ചുമ്മാ തമാശക്ക് പറഞ്ഞിട്ടടി ക്യാറ്റിന്നൊക്കെ. അല്ല ഞാൻ ചുമ്മാ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. ആരാണ് ചേച്ചി കാറ്റി? അതല്ലേ പറഞ്ഞേ കണ്ണാപ്പിയുടെ എക്സ്. ഓ അങ്ങനെ. ചേട്ടൻ വരുന്നോ ചേട്ടാ ഡിബേറ്റിന്? ഓടിപ്പോയി. ഡിബേറ്റിനൊന്നും ഞാൻ വരുന്നില്ല. ഭയങ്കര അവിടെ വാ ലോറ കേറ്. ആ ഞാൻ ഇതിന്റെ മണ്ടവശം കാണിക്കട്ടെ. അവിടെ ഒന്ന് ഇറങ്ങിക്കടാ മുച്ചിരിയെ. ഞാൻ എന്റെ മേളൊന്ന് കണ്ടിട്ട് വരാവേ. ഞാൻ പറ്റില്ല. അല്ല മേള് കണ്ടിട്ട് വരാം. നീ അങ്ങ് ചുമ്മാ ഇരിയടി. ഷേക്ക് വരുമ്പോ ഒന്നിച്ചു പോയാ പോരെ? നീ ടോം ക്രൂസ് എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. വാഴക്കണ്ണെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പൊ അത് ഞാൻ കാണിച്ചു തരാം. അടുത്തിരിപ്പുണ്ട്, കുപ്പി കാണിക്കാം. എന്റെ മേൽവശം കാണാൻ പറ്റൂലേ? തീർന്നില്ലേ? ആദ്യം ഇതിന്റെ കോളി ഫസ്റ്റ് മാൻ ഓൺ സിറ്റിയുടെ ബുർജ് ഇവിടെ മണ്ടയ്ക്ക് കയറുന്ന ഞാനായിരിക്കുവേ. ലിഫ്റ്റിൽ പോയവന്മാരൊക്കെ അല്ല ഏറ്റവും ടോപ്പിൽ നീ കേറില്ലല്ലോ. അങ്ങനല്ല അവിടെ ഒരു മിനിറ്റ് ഗുണമുള്ളൂ.
അടല്ലേ പറഞ്ഞു ഇങ്ങോട്ട് വരണ്ട, ചാവൂ ചാവൂന്ന്. സുഖമായിട്ട് പറ്റും സുഖമായിട്ട് പറ്റും. ഗ്യാങ്സിലല്ലേ ഞാൻ TDM-ല് അവിടെ ആ റൈറ്റ് ആരോട് വേണം ചോദിച്ചോ ഓരോ പറ്റൂലളിയാ. കുട്ടിക്കുഞ്ചാ ബ്ലേഡ് തട്ടുള്ളിയാ, ബ്ലേഡ് തട്ടും. നീ വന്നതേ ലേറ്റ് സുമാർ. എന്റെ കോൺസെൻട്രേറ്റ് എല്ലാരും അലക്കില്ലേ? ആ ഓക്കെ 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 ഓക്കെ. ആവണ്ടല്ലേ ചാവാൻ തയ്യോന്ന് വിളിക്കാവോ? എടേ ലോറ, നീ ഫസ്റ്റ് കയറണം കേട്ടോ, നീ ഫസ്റ്റ് കയറണമെന്ന് എന്റെ ആഗ്രഹം കേട്ടാ. ഇങ്ങനെ പോയാൽ നമ്മൾ എല്ലാരും കേറും. എയറില് കേറും, വായുവില്. ഇവിടെ ഇവിടെ ലാൻഡ് ചെയ്യല്ലോ, ഇതിന് താഴെ ലാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. എടേ ഏറ്റവും ടോപ്പിൽ കയറണം, മനസ്സിലായോ? അതാണ് ഞാൻ ആ വെള്ളയിൽ നിൽക്കാനാ പ്ലാൻ, ആ വെള്ളയിൽ നിൽക്കാനാ എന്റെ പ്ലാൻ. ആ വെള്ളയെ കുത്തി നിർത്താൻ പറ്റുമെന്നൊക്കെ ഹെലികോപ്റ്റർ. ഇത് മിക്കവാറും 911 ആവും കേട്ടാ. കുറച്ചുകൂടെ വാശി വേടോ? കണ്ണൻ ഈഗോ അയച്ചിരി. ചേട്ടാ 4 പേരുണ്ട്, ചത്തു പോകും ചേട്ടാ. ആ ശരി ശരി, ബൈ പൊട്ടി. മന്ദാരം ഒടുവിലെ യാത്രക്കായി ഇതിപ്പോ ലോറ ഏ സൈഡിലായിരിക്കുന്നത്, ലോറ ഏ സൈഡിലായിരിക്കുന്നത്, ലോറ ഏ സൈഡിലായിരിക്കുന്നത് പറ. ഞാൻ ഇപ്പുറത്തെ സൈഡിൽ. എപ്പുറത്ത് ലെഫ്റ്റോ റൈറ്റോ, ലെഫ്റ്റോ റൈറ്റോ, ലെഫ്റ്റോ റൈറ്റോ? അങ്ങനെ വെച്ചാ റൈറ്റ്. റൈറ്റ് സൈഡിൽ. EMS വരുന്നുണ്ട്. ഓക്കെ EMS ഏറിന്ന് പൊക്കാൻ റെഡി ആയിട്ടിരിക്കട്ടാ. ഓ EMS നമ്മളെ കൂടെ ഉണ്ടല്ലേ? ലോറെ നീ ഇറങ്ങണേ, നീ ഇറങ്ങണേ, നീ കണ്ടുവെക്കെ വരാൻ തുടങ്ങിയോ? നീ ഇറങ്ങണേ ലോറ, നീ ഇറങ്ങണേ. ഈ സൈഡിൽ ഇറങ്ങണേ, സൈഡിൽ കറക്റ്റ് അത് നിർത്തിപ്പോ ഇറങ്ങണേ. ഞാൻ പറയാം ഇറങ്ങല്ലേ. ഇപ്പൊ ഇറങ്ങണ്ടേ. ആ ഇപ്പൊ അടിച്ചു ഇറങ്ങാം. സൂപ്പർ. ആരൊക്കെ പോയി നമ്മൾ രണ്ട് മാത്രമുള്ള. വേറെ ഒരാളെ വെടിക്കാൻ തന്നെയായിരുന്നു കേട്ടാ. രണ്ട് അത് EMS ഗ്യാങ് ഹെലികോപ്റ്റർ. അത് ഗ്യാങ് ഹെലികോപ്റ്റർ അല്ലേ? SROയുടെ ഹെലികോപ്റ്റർ അല്ലേ അത്? അളിയാ ഇവിടെ നടക്കൂല്ലളിയാ, ബ്ലേഡ് പൊട്ടുവളിയാ. ആ ബംഗാളിയുടെ വാക്കും കേട്ട അവളെ ഇറങ്ങുകയും ചെയ്ത്. താഴെ ബോഡിയായി കാണും, താഴെ പോയി നോക്കിയാലേ. EMS ഒന്നും അല്ലത്, SRRയുടെ വെഹിക്കിളാ. സത്യം സത്യം. ഓക്കെ നമ്മൾ നിർത്താൻ പോണേ, നമ്മളെ സാധനം നിർത്താൻ പോണേ. പാരച്യൂട്ട് ഉണ്ടോ? உனக்கு போகணும்னா என் பைக் எடுத்துட்டு மேல போ, பறந்து போலாம். நீனும் കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ ചെലപ്പോ നിക്കും കേട്ടാ. താഴെ ലോറി കിടപ്പുണ്ടായിട്ട് പോവാൻ നോക്കണേ. വേണമാ വേണമാ കണ്ണാപ്പി? ആ കോച്ച് ഞാൻ വരുന്നു, കോച്ച് ഞാൻ വരുന്നു. ഞാൻ ആദ്യം ഒന്ന് കേറട്ടെ. വാശി വാശി. ഓക്കെ ഓക്കെ. ദൈവം മന്തി മാതിരി കാട്ടി ദൈവം പൊക്ക ചെത്ത. കളറില്ലേ അത്? ഹലോ
ദൈവം റോമി അഡ്മിൻ ടെലിപ്പോർട്ട് ഇട്ടെന്ന് വെച്ചാണല്ലോ. എടാ കോച്ചിന്റെ വണ്ടി എടുത്തോ, അത് സൂപ്പറാണ്. ആ സൂപ്പർ വണ്ടിയാണ്. ബ്രോ താങ്ക്സ് ഫോർ ദ 87.29. ഡെവിൻ എസ്കോബാർ എക്സ് ചാറ്റ് നോക്ക്. ലോൽ തെറ്റി. ഹലോ കോച്ചിന്റെ ഏതാവത് വണ്ടി ഇറക്കാ ഇത് മേളിൽ കയറ്റാനായിട്ട്. കോച്ച് ജപ്പാൻ ട്രക്ക് ജോബ് കിட்ட இருக்கேன்டா வா தரம் മേല. അല്ല ആ വണ്ടി കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ആ വണ്ടി കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും കോച്ച്? you can fly மேல பறந்து போകാം. ഓ ഓക്കേ കോച്ച്. പറക്കാൻ പറ്റ ട്രക്ക് വെച്ചിട്ട് ആ പോവാം. എടാ ഹോവർ ബൈക്ക് മറ്റേ പറക്കണ വണ്ടി. ആ കോച്ച് ഐ ആം കമ്മിങ് കോച്ച്. ലോറ എവിടെ? നമ്മൾ അഡ്മിനെ ഒന്നും വിളിച്ചില്ലേ? ഹലോ ബ്രോ. അല്ല ഞാൻ എന്തോ ഒരു കാര്യം പറയാനായിരുന്നടാ. എവിടാ നീ? ഏതേലും കാറിലും കാലിൻ്റെ ഇടയ്ക്കാണോ കൊണ്ടുവച്ചോനെ വെച്ചിട്ട് വേണേ. എടാ സെർവർ റീചാർജ് ഉണ്ടോടാ? ലോറ ഇവിടെ ചത്ത് കിടപ്പുണ്ടാ പാവടാ. എന്നെ വിശ്വസിക്കുന്ന അവള്. അത് നിന്റെ പെണ്ണുകൊണ്ട് നിനക്ക് പാവം തോന്നുന്നു, ഞങ്ങക്ക് നിന്നെ പാവം തോന്നുന്നു. എന്റെ പെണ്ണല്ലോ. എന്നാലും എടാ നിന്റെ നാളെ എന്റെ പെണ്ണാക്കി ഞാൻ നിന്റെ ഏട്ടത്തിയമ്മ അല്ലേടാ അത്. അങ്ങനൊന്നുമില്ല, അങ്ങനൊന്നുമില്ല. ഞാനൊരു പെണ്ണുങ്ങളിൽ കൊണ്ടില്ലടാ. എടാ നിന്റെ ഏട്ടത്തിയമ്മയാടാ അത്. അല്ലല്ല എടാ ഹെൽപ്പ് എടാ നീ പണ്ടാടാ നീ ഏതൊരു മൊണ്ണ പെണ്ണിന്റെ പുറകെ നടന്നു വെച്ചാൽ ആ പെണ്ണെ മുണ്ടിച്ചറിഞ്ഞോ, നേരത്തെ മൈൻഡ് ആക്കണ്ട് വേറാ. ഹലോ പെണ്ണേ, ഹലോ പെണ്ണേ നിക്ക് ഹലോ പെണ്ണേ, ഹലോ പെണ്ണേ നിക്ക് ഹലോ ആരോടാ? റൈഡർ കാന്താരി. ഷോ ഫ്ലെക്സിംഗ് ചാവണം ഞാൻ. ഹലോ പെണ്ണേ ആ നിർത്തി. ഹലോ പെണ്ണേ, ഹലോ കുട്ടി റൈഡറാണോ? ഹലോ റൈഡറാണോ? കണ്ണപ്പി ലോറത് അപ്പുറത്ത്. ഇതാരാ പേരെന്താ? മിത്ര. വലിയ കണ്ണപ്പി സംസാരിച്ചു. എന്റെ പേര് ശത്രു. ഹായ് മിത്ര, ഞാൻ ശത്രു. ശത്രു എന്ന പേര് നല്ല കോമ്പിനേഷൻ അല്ലേ? നല്ല കോമ്പിനേഷൻ. മിത്രന് ശത്രു. ബൈക്കൊക്കെ ഓടിക്കുന്ന ഇഷ്ടമാണല്ലേ? ഞാൻ ഫാമിലിയിലുണ്ട്. ഒരു ഫോട്ടോ എടുത്താലോ? എടുത്തു. പിന്നെ നമ്പർ തരുമോ? അതാ മിത്ര വിന്ദ. എന്റെ ഇപ്പൊ നമ്പർ തരാവേ. എന്റെ പേര് കണ്ണാപ്പി എന്നാണേ. അപ്പൊ നമുക്ക് ഇപ്പം സുനാമി കൊണ്ടുപോയേ. അപ്പൊ ഇത് കഴിഞ്ഞ് വന്നിട്ട് എന്നെ വിളിക്കുവോ മിത്ര? വിളിക്കാലോ. ഇപ്പൊ സുനാമി വരും മിത്ര.
ഓക്കെ ഓക്കെ. ഇനി എപ്പോഴാ വരണ്ടാവാ? ഏ എപ്പോഴാ വരാ ഇനി? കുറച്ച് ലേറ്റ് ആവും, എന്നാലും എത്തിയേക്കങ്ങ്. ഞാൻ വിളിക്കാം. ഓക്കെ ഓക്കെ, ശരി ശരി ശരി. ഓക്കെ. കളിക്കാൻ ഡ്രസ്സാർക്കെയാ കണ്ണ കുണ്ണ എന്ന് വിളിച്ചെന്നെ മൊണ്ണയാ. പൂമൺ മുടിഞ്ഞു ഡോറടക്കി പോകൂടോ നീ ചത്തിട്ട് തിരിഞ്ഞു പോലും നോക്കില്ലല്ലോടെ പൊട്ടി. എന്റെ ഉമ്മ നീ മിണ്ടരുത്. ഇല്ല ഇല്ല ഇല്ല, മിണ്ടത്തില്ല. ഉറപ്പാണേ? ആ നീ ആ വീഡിയോ കോൾ ഒന്ന് ഓണാക്കിക്കേ. വീഡിയോ കോള്